ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പതിവ് മലകയറ്റം തിരുവനന്തപുരം ഭാഗം എല്ലാം വിട്ട് ഇന്ന് തമിഴ്നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ മരുത്വാമല എന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പം അവിടെ കയറുന്നതിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് മുകളിൽ കയറണം. മരുത്വാമലയിലെ കാഴ്ചകൾ കാണാം. ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ അൻവിൻ ഉണ്ട്. അവൻ ഇന്ന് മരുത്വാമല. അങ്ങനെ ഈ കട്ട വെയിലത്ത് ഞങ്ങൾ മരുത്വാമല കയറുന്നതിന് നിങ്ങളൊന്നും പറയും. ഇവിടെ വലിയ വെയിലൊന്നുമില്ല, കുഴപ്പമില്ല. ഈ മലയെപ്പറ്റി അറിയാമോ? ഹനുമാൻ ഇങ്ങനെ മല കൊണ്ടുപോയപ്പം ഒന്ന് അടർന്നു വീണ മലയാണ് മരുത്വാമല. അങ്ങനെ എന്തോ ആണ് അല്ലേ? അങ്ങനെയാണ്. അതെ, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ. ഈ മലയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് രാമരാവണ യുദ്ധത്തിൽ ലക്ഷ്മണന് പരിക്ക് പറ്റി. അപ്പം പരിക്ക് പറ്റിയപ്പോൾ ഹിമാലയത്തിൽ നിന്നും മൃതസഞ്ജീവിനി മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഹനുമാൻ അവിടെ ചെന്നപ്പോൾ മൃതസഞ്ജീവിനി ഏതാണ് മരുന്നെന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ട് അവിടെയുള്ള മല മൊത്തത്തിൽ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് കയ്യിൽ നിന്ന് ഒരു ഭാഗം അടർന്ന് വീണതാണ് മരുത്വാമല. അതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത്. ചെയ്യുന്നതെല്ലാം ഐതിഹ്യമാണെങ്കിലും ഇതിൻ്റെ മുകളിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മൃതസഞ്ജീവിനി മരുന്നെന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ ഇവിടെ കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും തപസ് ചെയ്ത ഒരു ഗുഹ ഇതിൻ്റെ മുകളിലുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ പകുതി എത്തി. ഇതിൽ കൂടുതൽ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പ് ഇതുപോലെ പകുതിയായെന്ന് തോന്നുന്നു. പകുതിയായി, ഏകദേശം പകുതിയായി ഗൈസ്. കണ്ടോ, ഇവിടെ ഒരു ചെറിയ അമ്പലം. ഇതിൻ്റെ മുകളിലോട്ട് പോകണം. മുകളിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ഗൈസ്. പകുതി എന്ന് പറഞ്ഞ് തുടങ്ങിയത് എനിക്ക് തെറ്റിപ്പോയതാണ്. പകുതി പോയിട്ട് ഒരു 10 മിനിറ്റ് പോലും ആയില്ല. ഇവിടെ ഒരു ഹനുമാൻ്റെ അമ്പലമാണുള്ളത്. അവിടെ നിന്ന് നമുക്ക് എതിർ ദിശയിലോട്ടാണ്. നമുക്കവിടെ വഴി തെറ്റി. അവിടെ നിന്ന് തിരിച്ചാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ ഹനുമാൻ അമ്പലത്തിൻ്റെ ഈ കാണിച്ചിരിക്കുന്നതാണ് അമ്പലം. അവിടെ നിന്ന് നല്ലൊരു വ്യൂ കാണാം. അവിടെ കുറച്ച് നേരം ഈ വെയിലത്ത് നമുക്ക് വിശ്രമിക്കാം. അതിൻ്റെ മുകളിലെ അമ്പലം കാണാം. എന്തൊരാശ്വാസം, സൂപ്പർ. ഗായ്സ്, കയറി വന്നപ്പോൾ കയറ്റം തുടങ്ങി. നല്ല കൊത്തു കയറ്റമാണെന്ന് അല്ലേ? വഴിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ചോദിക്കാനും ആരുമില്ല. വഴി നമ്മൾ ഉദ്ദേശിച്ച് പോകണം. കണ്ടുപിടിച്ച് പോകണം. 2-3 സ്ഥലത്ത് ഡീവിയേഷനുണ്ട് വഴി. നല്ല വെയിലായതുകൊണ്ട് നല്ല സുഖമുണ്ട്. അപ്പോൾ നമുക്ക് മോളിൽ ചെന്നിട്ട് കാണാം ഗൈസ്. തളർന്ന് ഗൈസ്. കയറിയിട്ടും തീരുന്നില്ലല്ലോ. വെയിലായോണ്ടായിരിക്കും കേട്ടോ. മഴയത്ത് ഇതുവഴി കയറി വരാൻ പാടായിരിക്കും. ഇനി ഇതുവഴി ഇങ്ങോട്ട് വഴിയുണ്ട്. വഴി മോളിൽ കയറണം. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കാണാം.
ഈ പോകുന്ന വഴിയെല്ലാം ഓരോ പാറക്കല്ലിൻ്റെ ഇടകളിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ പാറക്കല്ല് കഴിഞ്ഞതോടെ എത്തിയെന്ന്. സംഭവം ഒന്നും ആയില്ല ഗൈസ്, പകുതി പോലും ആയില്ല. ഇനിയും ഉണ്ട് കുറേ ഇതുപോലെ നടക്കാം. നടന്ന് നമ്മൾ ഒരുവിധം ഇതിൻ്റെ മുകളിലെത്തി. ഇനി കുറച്ചുകൂടെ നടന്നാൽ നമുക്കിതിൻ്റെ ടോപ്പിലെത്താം. അവിടെ ഒരു പിള്ളത്തടം എന്ന് പറഞ്ഞൊരു ഗുഹയുണ്ട്. ആ ഗുഹയിലെ കാഴ്ചകൾ കാണാം. ഗുഹയിൽ പോകാൻ മഞ്ഞുമേൽ ബോയ്സിലെ പോലെ ഒരു പേരെന്താ? മഞ്ഞുമേൽ ബോയ്സിലെ ശ്രീനാഥ് ബാസിതോ ഗുഹയിൽ പോട് ഗൈസ്. നമ്മൾ ഗുഹയിൽ കയറുകയാണ് ഗൈസ്. വിഷയം മനിതരുണ കവി ഇത് വിടുന്നു. ഇത് തന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അയ്യോ ഗൈസ്, താഴോട്ട് പോകുവാണെങ്കിൽ വിളിക്കാം. എങ്ങനെ ഇത് വിളിക്കാൻ? ഓ ഗൈസ്, മഞ്ഞുമോൽ ബോയ്സ് ഇപ്പോൾ ഹിറ്റാണല്ലോ. അതുപോലെ ഒരു ഗുഹയ്ക്കകത്ത് ആണ് ഗൈസ്, ചുറ്റും പാറ. ഇത് ഗുണ കേവൊന്നും അല്ല, ഇത് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ പാറയുടെ പേര് മറന്നുപോയി. മരുത്വാമല, അതിനകത്തൊരു കേവുണ്ട്. ആ കേവിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങോട്ട് പോവാം. ഓ ഗൈസ്, മനോഹരമായ കേവിനകത്ത് ഇവിടെ ഇരുന്നാണ് ആരോ പ്രാർത്ഥിക്കണേന്നൊക്കെ പറയണ. പിള്ളത്തിടം കേവ്, ഗുണ കേവ് അല്ല, പിള്ളത്തിടം കേവ് എന്നറിയപ്പെടുന്ന കേവിനകത്താണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ടിട്ടോട് മനിതരുണ്ട പറഞ്ഞ ഗൈസ്. അപ്പം നമ്മൾ മരുത്വ മലയിലെ ഏറ്റവും ടോപ്പിൽ പിള്ളത്തടം എന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇതൊരു ഗുഹയാണ്, ഗുഹ പോലെയാണ്. അപ്പം നമ്മൾ ഈ സന്യാസിമാരൊക്കെ ഇരുന്ന് തപസ്സടിച്ചിരിക്കുന്ന സ്ഥലം അങ്ങനെയാണെന്ന് തോന്നുന്നു. അതേതാ ഈ ഗുഹയ്ക്കകത്താണ്. അപ്പം നമുക്ക് ഈ ഗുഹയ്ക്കകത്ത കാഴ്ചകൾ കാണാം. വരും. ഓ ഗൈസ്, കൺമണി അൻപോട് കാതലൻ. സൂപ്പർ ഗൈസ്, ഇത് ഫുള്ള് ഒരു അടച്ചു മൂടിയ ഫുള്ളൊരു ഗുഹയാണ്. ഇവിടെ ഇരുന്നാണ് ഇവര് ധ്യാനിക്കുന്നതെന്ന് തോന്നുന്നു. കമോൺ, ഈ പുറത്തിറങ്ങാം. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അങ്ങോട്ടത്തെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കും. നമ്മൾ വന്ന സ്ഥലം കാണിച്ചു കൊടുക്കും. ഓ ഗൈസ്, നമ്മൾ ഒരു ഗുഹയ്ക്കകത്തൂടെയാണ് വന്നത്. അങ്ങോട്ട് കാണിക്കും. അത്രയും ഗ്യാപ്പേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി നോക്കാം. കുറച്ച് റിസ്ക് ആണ്, എങ്കിലും നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇതിനകത്ത് ഒരു റൂമുണ്ട്. Very nice. Very nice.
കണ്ട ഇത് കണ്ട ഇവിടെ വരാൻ വേണ്ടിട്ട്. അപ്പോൾ ഗൈസ് ഇവിടെ പണ്ട് നീരുറവ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അയ്യോ കടന്തയുണ്ടേ, കടന്തയാണ് വേട്ടാണ്. നമുക്ക് അവിടെ നിന്ന് നീരുറവ ഒഴുകി ഇങ്ങനെ വരുന്നൊരിത് കാണുന്നുണ്ട്. അവിടെ വെച്ചൊരു വീഡിയോ ഉണ്ട്. അങ്ങനെ നമ്മുടെ പിള്ളത്തടം കേവിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇത് ചെറിയൊരു കേവ്, കുടാ കേവ് പോലെ ഒന്നും ഡേഞ്ചർ അല്ല, നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. ഒരു ചെറിയ കാണിച്ചു കൊടുത്തു, ഇതിനകത്തൂടെ അങ്ങനെ അവിടെ എത്തി നിരങ്ങി ഇറങ്ങണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. കുറച്ച് അങ്ങോട്ട് പോകാം. അങ്ങനെ പിള്ളത്തടം കേവിൽ നമ്മൾ ഇറങ്ങി. ഇതാണ് നമ്മുടെ മരുത്വാമല. മരുത്വാമലയുടെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒന്ന് കണ്ട് നമുക്ക് കാണിച്ചു നോക്കിയത് കന്യാകുമാരി. അപ്പോൾ നമ്മൾ മരുത്വാമലയുടെ മുകളിലെത്തി. ഇതുവഴി പിള്ളത്തിടം കണ്ടു. അതിൻ്റെ മേളിലാണ് ഒരു ചെറിയ കോവിലുള്ളത്. മരുത്വാമല ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് എല്ലാം കയറാൻ കുറച്ച് ടഫാണ്, കുഴപ്പമില്ല. അത്യാവശ്യം ഈ വെയിലത്തല്ലാതെ നിങ്ങൾ വൈകുന്നേരം സമയം അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രകൃതി സൗന്ദര്യം കണ്ടിട്ട് പോകാം. അപ്പം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി